പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ശ്രദ്ധയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രഭാതത്തിൽ ഈ വചനം ശുശ്രൂഷിച്ചത്. ഈ പ്രഭാതത്തിലും ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് രൂപാന്തരവും നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ചൈതന്യവും ഇരുള് മാറി പ്രകാശം വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കുരുടായ അനുഭവങ്ങളെ മാറി വെളിച്ചത്തിലേക്ക് എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഈ വചനം ഇന്ന് രണ്ടാമത് വീണ്ടും പ്രസംഗിക്കുന്നത്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ? യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചതാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ, പാപം ചെയ്യുവാൻ ഈ നാളുകളിൽ നമ്മളോടൊപ്പം മറ്റൊരു കൂട്ടുകാരൻ വേണമെന്നില്ല, മറ്റൊരാളുടെ പ്രോത്സാഹനം വേണമെന്നില്ല, അല്ല മറ്റൊരാൾ നമ്മൾ പറഞ്ഞ് പാപം ചെയ്യിപ്പിക്കണമെന്നില്ല. പാപം എന്ന് പറയുന്നത് ഏത് തോട്ടത്തിൽ ആദമിലും ഔവ്യയിലും സംഭവിച്ച പാപങ്ങൾ തലമുറയായി സകല മനുഷ്യനും നിറഞ്ഞു നിൽക്കുകയാണ്. ഏദൻ പർദീസിൽ ആദമിനെയും ഔവ്വയും പാപത്തിലേക്ക് വീഴ്ത്തിയ സാത്താൻ, പിശാച്, പഴയ സർപ്പം, മഹാപാമ്പ്, അല്ലേലിയ, അവൻ ഇന്നും പല രൂപത്തിലും ഭാവത്തിലും മനുഷ്യ ഹൃദയങ്ങളിൽ കടന്നുകൂടി മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കും. അതിന് പ്രത്യേകിച്ചൊരു കാരണങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും ഒന്നുമില്ല. പിശാച് ഏത് സമയത്തും നുഴഞ്ഞു കയറും. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയോടെ നമ്മുടെ ആത്മജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പാപത്തിൽ ഏത് സമയത്ത് നമുക്ക് വീഴാം. പാപത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൽ കരകയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നാം നിലത്ത് കാലോ കയ്യോ മടങ്ങി, അല്ലെങ്കിൽ കാലോ കയ്യോ തട്ടി, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയും നിലത്ത് വീണാൽ അവിടെ നമുക്ക് പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ പറ്റും. പ്രൈസലോ. എന്നാൽ പാപമാകുന്ന ചെളിക്കുണ്ടിൽ വീണാൽ അതിൽ നിന്ന് കയറി വരുവാൻ വളരെ ഭാരമാണ്. അതുകൊണ്ട് മറ്റൊരാൾ നിന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല, മറ്റൊരാൾ നിനക്ക് ഉപദേശം തരണമെന്നില്ല. നമ്മളിൽ തന്നെ പാപത്തിന്റെ ആസക്തി കുടികൊള്ളുന്നുണ്ട്. പ്രൈസലോ. അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അല്ലേലിയ. അപ്പം പാപം എന്ന് പറഞ്ഞ മഹാക്രൂരമായതാണ്, അല്ലേ? മഹാക്രൂരമായതാണ് പാപം. അല്ലേലിയ. വെടുക്ക് പിടിച്ചതാണ് പാപം. അല്ലേലിയ. പാപം എന്ന് പറഞ്ഞ അനേക പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. അത് വലിയ പോരാട്ടത്തിലേക്ക് കൊണ്ടുവരും. അത് നമ്മെ രോഗത്തിലേക്ക് നയിക്കും. പിന്നീട് അത് ശാപമായി മാറും. അങ്ങനെ പാപം അവസാനം നമ്മെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ പാപത്തിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെടാം. അല്ലേരിയ. അപ്പം പാപം നമ്മെ കൊണ്ടുവന്ന് രോഗത്തിലേക്കും മരണത്തിലേക്കും, അവസാനം പാപം നമ്മെ അലരിയ നരകത്തിലെത്തിക്കും. പ്രൈസലോ. ഈ ഒരു അനുഭവത്തെ നാം തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ ഭൂമി ജീവിക്കുവാൻ. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരുടെ ചോദ്യം, ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ? അപ്പൊ ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ട് ദൈവപ്രവൃത്തി എങ്കിൽ വെളിപ്പെടേണ്ടത്രേ എന്ന് യേശു അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ സൂക്ഷിക്കണം. അല്ലേലിയ. മനുഷ്യന്റെ ഉള്ളിൽ വളരെ മോഹങ്ങൾ വർദ്ധിക്കാം. അല്ലേലിയ. മോഹം വർദ്ധിച്ച്, അല്ലേലിയ, അത് നമ്മെ പാപത്തിലേക്ക് കൊണ്ടുവരും. അത് യാക്കോബിന്റെ ലേഖനമായി മോഹം ഗർഭം ധരിക്കുന്ന. നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്ന ചെറിയ ചെറിയ മോഹങ്ങൾ, ആശകൾ, ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, ജനത്തെ സന്തോഷിപ്പിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാലും തൃപ്തിയും തോന്നിയാലും അതിൽ നിങ്ങൾക്ക് രസം അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാലും ആ പാപം എന്ന് പറയുന്നത്, ആ മോഹം എന്ന് പാപത്തെ പ്രസവിക്കേണ്ടി വരും. ആ മോഹം ഗർഭം ധരിക്കും. അല്ലെങ്കിൽ ആ പാപം മുഴുത്തിട്ട് അല്ലയ അത് നിന്നെ നശിപ്പിക്കും. അല്ലേരിയ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. അല്ലേരിയ. പാപം നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ മനസ്സാക്ഷിയെ അവൻ നഷ്ടപ്പെടുത്തും.
മനസ്സാക്ഷി നഷ്ടപ്പെട്ട് നമുക്ക് ദുർമനസ്സാക്ഷി വരും. നല്ല ഹൃദയത്തെ മാറ്റി ദുഷ്ടഹൃദയം നമുക്ക് വരും. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം നഷ്ടമാകും. ഹല്ലേലൂയ. അപ്പം പാപം വന്ന മനസ്സാക്ഷി നഷ്ടപ്പെടും, ദുർമനസ്സാക്ഷിയാകും, ഹൃദയം ദുഷ്ടഹൃദയമായി മാറും. അല്ലെങ്കിൽ നമ്മുടെ സമാധാനം അസമാധാനം നഷ്ടമായി മാറും. മാത്രമല്ല നമുക്ക് ഭയം ഉണ്ടാകും, കലക്കമുണ്ടാകും. ഭയവും കലക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മുഖാന്തരം നമ്മുടെ ഉള്ളിൽ പ്രതിസന്ധികൾ വളരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാപത്തിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ നിറയപ്പെട്ടവനാണ് മനുഷ്യൻ. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ആയുസ് അത് പൂർത്തീകരിക്കുന്നിടം വരെ ലോകത്തിന്റെ പാപത്തിലേക്ക് നിങ്ങൾ വീണു പോകാതെ, ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാതെ, നിങ്ങളുടെ മനസ്സാക്ഷിയെ നശിപ്പിക്കുന്ന, ഹൃദയത്തെ നശിപ്പിക്കുന്ന, സമാധാനം നശിപ്പിക്കുന്ന, ദൈവത്തിനെ അകറ്റിക്കളയുന്ന യാതൊരുവിധ പാപത്തിലും നീ വീണു പോകരുത് എന്നാണ് നമുക്ക് ഈ വേദഭാഗം ഒന്ന് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. സദൃശവാക്യം 14 അധ്യായം അല്ലെങ്കിൽ അതിന്റെ 34 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെ, നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനമാണ്. അല്ലേ, നീ ഒരു നീതിമാനാണെങ്കിൽ, അല്ലയ, നീതി അവൻ ജാതിയെ ഉയർത്തും. അല്ലയ, നിന്നിലൂടെ അനേകർ ആ നീതിബോധത്തിലേക്ക് വരും. അനേക ആളുകൾ പാപത്തിൽ വസിക്കുന്ന വ്യക്തികൾ, നീ നീതിമാനായി ജീവിച്ചാൽ നീ മുഖാന്തരം പാപത്തിൽ അവർക്ക് ഉയർത്തപ്പെടാൻ കഴിയും. എന്നാൽ പാപം നിന്റെ ജീവിതത്തിൽ വാഴുകയാണെങ്കിൽ, അതാണ് വാഴുക നീ അവസരം കൊടുക്കുന്നെങ്കിൽ, ആ പാപം മുഖാന്തരം വംശങ്ങൾക്കെല്ലാം അപമാനമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഒരു ഭവനത്തിനകത്ത് ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ സകല വംശങ്ങളും അപമാനത്തിൽ അകപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്യുന്ന പാപം, കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ചെയ്യുന്ന പാപം മുഖാന്തരം നിങ്ങളുടെ വംശങ്ങൾ മുഴുവൻ അപമാനത്തിലാകുകയാണ്. നമുക്ക് എത്രയോ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി ആളുകൾ, നിന്റെ അപ്പൻ കുലപാതകനല്ലേ, നിന്റെ അമ്മ കൊലപാതകിയല്ലേ, നിന്റെ അപ്പൻ മദ്യപാനിയല്ലേ, നിന്റെ അപ്പൻ കള്ളു കുടിക്കുന്നതല്ലേ, മയക്കുമരുന്ന് അടിമയല്ലേ, നിന്റെ അപ്പൻ മോഷ്ടാവല്ലേ, പിടിച്ചുപറിക്കാരനല്ലേ, നിന്റെ അപ്പൻ അധാർമിക ജീവിതം നയിക്കുന്നവല്ലേ, നിന്റെ അപ്പൻ നിന്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയില്ലേ, നിന്റെ അമ്മ നിന്റെ അപ്പനെ ഉപേക്ഷിച്ചു പോയില്ലേ, നിന്റെ മക്കൾ മറ്റുള്ളവരുടെ ഇറങ്ങിപ്പോയില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് പാപം സംഭവിക്കുമ്പോൾ ഉണ്ടാകും. അത് മുഖാന്തരം കുടുംബത്തിലെ സകല വംശങ്ങളും അപമാനത്തിലേർപ്പെടും. ശരിയല്ലേ? ശരിയാവുന്നേ? ഞാനിതൊക്കെ വളരെ ചിന്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പ്രൈസ്. അപ്പം നിങ്ങളുടെ പാപം മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വംശങ്ങൾ മുഴുവൻ അപമാനത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ദൈവസന്നിധി നീതിമാനായി ജീവിക്കണം. നിങ്ങൾ നീതിയോടെ വാസം ചെയ്യണം. പാപം മുഖാന്തരം നീ നിന്റെ കുടുംബത്തെ തകർത്ത് കളയരുത്. നീ ചെയ്യുന്ന പാപം മുഖാന്തരം നീ അപമാനിക്കപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, എൻ്റെ അപ്പൻ കൊലക്കേസ് പ്രതിയാ. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ കൊലക്കേസ് പ്രതിയാ, ജയിലിൽ കിടക്കുക. സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം കളിയാക്കും, അപ്പൻ കൊലപാതകിയ. എത്ര കാലം ഇങ്ങനെ കേൾക്കും, എത്ര കാലം ഇങ്ങനെ സഹിക്കുമെന്ന് ഒരു കുട്ടി പറഞ്ഞു. ശരിയല്ലേ? അപ്പൻ ചെയ്ത കൊലപാതകവും അപ്പൻ ഒരുവന്റെ ജീവനെ അപഹരിച്ചത് മുഖാന്തരം മക്കൾ മുഴുവൻ, ആ വംശം മുഴുവൻ അപമാനിക്കപ്പെടുകയാണ്. അവർക്ക് നാട്ടിലും വീട്ടിലും സമൂഹത്തിലും സ്കൂളിലും ജോലി സ്ഥലത്ത് പോലും അവർക്ക് ഒരു നല്ല പേര് കിട്ടാതെ അപ്പന്മാർ ചെയ്തു വെച്ച പാപം മുഖാന്തരം ആ കുടുംബത്തിലെ സകല വംശങ്ങളും അപമാനിക്കപ്പെടുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഇന്നത്തെ കാലഘട്ടത്ത് യുവാക്കന്മാരെ നമ്മൾ പഠിക്കണം. യുവാക്കന്മാരിൽ പലവിധമായ പാപമോഹങ്ങൾ. യുവാക്കന്മാരെ നമ്മൾ മാത്രം കണ്ടുകൊണ്ട് നമ്മളിപ്പം ഒരു കൗമാരപ്രായം എത്തിക്കഴിയുമ്പോൾ കൗമാരക്കാരിൽ വളർന്നു വരുന്ന മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അത് യൗവനക്കാരിലും വാർദ്ധക്യത്തിലായിരിക്കും വരുമ്പോഴത്തേനും ആ മോഹങ്ങൾ അവർ വളർന്നു വന്നിട്ട് അല്ലേരിയ അവർ പിന്നത്തേതിൽ അനവധി ആളുകൾ വ്യഭിചാര കർമ്മത്തിൽ വീഴുന്നു. വ്യഭിചാരത്തിൽ വീണ് അങ്ങനെ പല തവണ പാപത്തിൽ വീണ് അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടു. ഒരിക്കലും ഒരു സഹോദരിക്ക് ഒരുപാട് മോഹങ്ങൾ ഗർഭം ധരിച്ച്
പാപം തന്റെ ജീവിതത്തിൽ നീക്കുവാൻ പറ്റാത്ത വിധത്തിൽ പാപത്തിനടിമയായി വ്യഭിചാര കുറ്റത്തിൽ അലിയ വീണു. പല തവണകൾ അങ്ങനെ അവൾ മുഖാന്തരം അനവധി ആളുകളിൽ എയ്ഡ്സ് രോഗം ബാധിച്ചു വന്ന ലേഡിയ. അവളുടെ രക്ഷിതാക്കൾ അവൾക്കുണ്ടായിരുന്ന രോഗത്തെ മറച്ചു വെച്ചുകൊണ്ട് ലേഡിയ മകളെ വിവാഹം കഴിച്ചയപ്പിച്ചു. ലേഡിയ അവർക്ക് അഴകുള്ള ഒരു മകൾ ജനിച്ചു. ലേഡിയ എന്നാൽ ആ അപ്പനമ്മമാരുടെ പാപം മുഖാന്തരം ആ കുഞ്ഞിലേക്ക് പാപം പ്രവേശിച്ചു. നാളുകൾ കഴിയുമ്പേ ഭർത്താവും ഭാര്യയും മകളും മരിച്ചു. ആ കുടുംബത്തിന് മുഴുവൻ അപമാനം. അപമാനം. എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസ്യദാസന്മാരൊക്കെ ഉണ്ട്. പ്രൈസലോ. എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തെ തന്നെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനും കണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഉള്ളിൽ വന്ന മോഹം, ആ മോഹത്തെ നീ കീഴടക്കിയിരുന്നെങ്കിൽ, ആ മോഹത്തെ നീ അടക്കിക്കളഞ്ഞിരുന്നെങ്കിൽ, ആ മോഹത്തെ നീ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം കിട്ടാത്ത, സന്തോഷം കിട്ടാത്ത ഈ ദുഃഖഭാരവുമായി മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു പരിഹാസമായി, ഈ ഒരു കൂത്തുകാഴ്ചയായി, അപമാനത്തിന്റെ പേരുകൾ പുറമെയായി നീ ജീവിക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ ഒരു കുട്ടിയോട് പറഞ്ഞു. എന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രൈസലോ. അതേ സ്നേഹിത, നീ ചെയ്യുന്ന ഒരു പാപം, നീ ചെയ്യുന്ന അകൃത്യം നിന്റെ കുടുംബത്തിന് അപമാനമാണ്. പ്രൈസലോ. നിന്റെ മാതാപിതാക്കൾക്ക് അപമാനമാണ്, നിന്റെ മക്കൾക്ക് അപമാനമാണ്. സഹോദരി, നീ ചെയ്യുന്ന പാപം നിന്റെ കുടുംബത്തിലെ സകല വംശത്തിൽ മാത്രമല്ല നിന്റെ ദേശത്തുള്ളവർക്ക് പോലും അപമാനമാണ്. അല്ലെ, നിന്നെ കുറിച്ച് അവർ പുച്ഛിക്കും. പക്ഷെ ഇവിടെ പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ വന്ന പാപചിന്തകളോ മോഹങ്ങളോ ആഗ്രഹങ്ങളോ അല്ല, അവന്റെ അമ്മയപ്പന്മാർ ചെയ്തത് മുഖാന്തരം വന്നതുമല്ല. അവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ് അവൻ കുരുടനായി പിറന്നത്. ലേലുയ. അതുകൊണ്ട് അത് ദൈവത്താൽ സംഭവിച്ചത് ദൈവമഹത്വം വെളിപ്പെടേണ്ടതുമായതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന കൃപയുടെ ആ അനുഭവത്തെ നിന്റെ ഉള്ളിൽ പിശാച് മാറ്റിക്കൊണ്ടു പോകാതെ, നീ പിശാചിനെ അടിയറ വെക്കാതെ നിർമ്മലമായൊരു ജീവിതം നയിക്കണം. നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. അതെ, നീ ഏത് സമയത്തും ലോകത്തിൽ നിന്ന് വേർപെട്ട് തനിച്ചു പാർക്കണം. ലോകക്കാരെ വേട്ടെന്നോ അവരോട് സംസാരിക്കരുതോ അവരോട് മിണ്ടരുതെന്നോ അവരുടെ സംസർഗം പാടില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ലോകം ചെയ്യുന്ന, ജാതികൾ ചെയ്യുന്ന, മറ്റുള്ളവർ ചെയ്യുന്ന പാപം കണ്ട് നീ അതിന് അഡിക്റ്റായി മാറാതെ, പാപത്തിലേക്ക് പോകാതെ അവർക്കത് ചെയ്യാൻ പിന്നെ എനിക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യം നിന്റെ ഹൃദയത്തിൽ ഉയരാതിരിപ്പാൻ നീ ദൈവകൃപയിൽ ശരണപ്പെടണം. പ്രൈസലോ. അവൻ മദ്യപിച്ചില്ല, എനിക്ക് മദ്യപിക്കുന്നത് കൊണ്ട് എന്താ? എന്റെ അപ്പൻ മദ്യപിക്കുന്നില്ല, എനിക്കും മദ്യപിച്ചാൽ എന്താ? എന്റെ അപ്പൻ സിഗരറ്റ് പിടിക്കുന്ന എനിക്കും വലിച്ചാൽ എന്താ? ലേലിയ. പ്രൈസലോ. എന്റെയൊക്കെ ചെറുപ്രായം എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കൊന്ന് 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു. എന്റെ അപ്പൻ അന്ന് തെറുപ്പ് വീടി കിട്ടുന്ന സമയമുണ്ട്. തെറുപ്പ് വീടി എന്ന് പറഞ്ഞാൽ ചെറുവീടിയും വലിയ വീടിയും എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തിരിച്ചാണ് തെറുപ്പുകാരുണ്ടാക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാകട്ടെ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അല്ലേരിയ. എത്ര വർഷം, 19 വർഷം മുമ്പാകട്ടോ. അല്ലേരിയ. അങ്ങനെ തെറുപ്പ് വീടിയിൽ എന്റെ അപ്പൻ ഭരിക്കുന്ന വലിയ വീടിയ. അദ്ദേഹം ഒരു ദിവസം 1 കെട്ട് 1.5 കെട്ട് വീടിയൊക്കെ ഭരിക്കും. 1 കെട്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ 25 വീടിയാണെന്ന് തോന്നുന്നത്. അല്ലേരിയ. അങ്ങനെ ആ വീടി കൊണ്ടുവന്ന് അദ്ദേഹം വലിച്ച് മുറിക്കുറ്റിയെല്ലാം മുറ്റത്തിടും. ലേലിയ. അപ്പനില്ലാത്ത സമയം ഞങ്ങളതിൽ പെറുക്കി വലിക്കും. പിന്നെ ഞങ്ങൾ പേപ്പർ ചുരുട്ടി വലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വഴിയിൽ കിടക്കുന്നത് പെറുക്കി വലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വാങ്ങി വലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ പാപത്തിനടിമയായി മാറി. സമൂഹത്തിൽ പേര് കിട്ടി. അവൻ പുകവലിക്കും. ലേലിയ. അത് നാം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അപ്പം കുടുംബത്തിൽ മാതാപിതാക്കൾ ചെയ്യുന്ന പാപം മക്കളിലേക്ക് വ്യാപരിക്കാതിരിക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം പരിശുദ്ധമാകണം. അല്ലേ? നമ്മുടെ കുടുംബം പരിശുദ്ധമാകണം, കുടുംബം വിശുദ്ധമാകണം, ജീവിതം വിശുദ്ധിയുള്ളതായി മാറണം. അല്ലേലിയ.
പാപത്തിന്റെ ആ കണികൾ നിന്റെ കുടുംബത്തിനകത്ത് ജീവിതത്തിൽ പ്രവേശിക്കാതെ ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ജീവിതം വിശുദ്ധ ജീവിതം നയിപ്പാൻ ആ വിശുദ്ധ ജീവിതത്തിൽ നിൽക്കണം. അതുകൊണ്ട് ആമീൻ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവക്ഷവും നീക്കിക്കളഞ്ഞ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അത് ജഡത്തിൽ പാപമുണ്ട്, ആത്മാവിൽ പാപമുണ്ട്. അതുകൊണ്ട് ജഡത്തിലെ ആത്മാവിൽ സകല കൺവക്ഷവും നീക്കണം. ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നാണ് യെഹെസ്കേലിന്റെ പുസ്തകം 18-ൽ വായിക്കുന്നത്. ഹല്ലേലൂയ. പാപം നിന്റെ ജീവിതത്തിൽ വസിക്കും തോറും നീ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, നീ നരകത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ഒരു പാപിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല, ഒരു പാപിക്കും സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയില്ല. പാപികൾക്ക് പാർക്കുവാനുള്ള സ്ഥലം, പാപികൾക്ക് വസിക്കുവാനുള്ള സ്ഥലം, പാപി മരിച്ചാൽ അവൻ ചെല്ലേണ്ടത് പാതാളമാണ്. പാപിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് പാതാളം. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ് സകല ദുഷ്ട മനുഷ്യരും. പാപിക്കൊരിക്കലും സ്വർഗം കിട്ടത്തില്ല. എന്നാൽ നീതിമാനായി ജീവിച്ച്, നിഷ്കളങ്കനായി ജീവിച്ച്, നിർമ്മലതയോടെ ജീവിച്ച്, പവിത്രമായി ജീവിച്ച്, പാപത്തിന് അടിമപ്പെടാതെ, പിശാചിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ, ലോകം മോഹങ്ങളിൽ വീഴാതെ, നിന്റെ ജഡത്തിന് നീ അടിമയായി വീഴാതെ, പാപരാഗ സുഖങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ക്രിസ്തുവിൽ അകറ്റിക്കളയാതെ, ഈ ലോകമോഹങ്ങൾ നിന്നിലേക്ക് വരുമ്പോൾ അതിനെ നീ തകർത്ത് കളയണം. ഹല്ലേലൂയ. പാപത്തെ തകർക്കണം. ഹല്ലേലൂയ. പാപത്തെ നീ ഉടച്ചുകള, നിന്റെ ശരീരത്തിലേക്ക്, ജഡത്തിലേക്ക് പാപത്തിന്റെ ആസക്തി കടന്നുകൂടരുത്. ഹല്ലേലൂയ. ഈ ലോകത്തെ ജീവിതം ഒരിക്കൽ മാത്രം, രണ്ടാമതൊരു ജീവിതമില്ല ശ്രോതാവേ. ലഭിച്ച ജീവിതം നീ പാപത്തിന് അടിമയായി, നിന്റെ ഹൃദയം നഷ്ടപ്പെട്ട്, മനസ്സ് നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട്, നീ മുഖാന്തരം പാപി സമൂഹം മുഴുവൻ അപമാനത്തിലായി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അല്ലേ, പാപം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. പാപത്തെ നാം തിരിച്ചറിയണമെന്ന് ദൈവവചനം പറയുക. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒരാൾ 2 മുട്ടകളെ എടുത്ത് ഒരു ആംപ്ലേറ്റ് അടിക്കുക. ഒരു പുസ്തകത്തിൽ ഒരാൾ 2 മുട്ടകൾ എടുത്തു. അതിൽ ഒരു മുട്ട ആദ്യം പൊട്ടിച്ച് ഓംപ്ലേറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒഴിച്ചു. 2ാമത്തെ മുട്ടയും പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ 2ാമത്തെ മുട്ട ചീമുട്ടയായിരുന്നു. ആ ചീമുട്ട ആദ്യത്തെ മുട്ടയിലേക്ക് വീട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ 2 മുട്ടയും നാശമായി പോയി. ഒരു മുട്ട ഒരെന്നോ നല്ലതായിരുന്നു, മറ്റേ ചീമുട്ട വീണപ്പോൾ എന്ത് ചെയ്തു? ആ 2 നാശമായി പോയി. ഹല്ലേലൂയ. നമ്മൾ വാചനം വായിക്കും, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് കായിനോട് ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4:7 കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ സ്വന്തം സഹോദരനായിരിക്കുന്ന ഹാബേലിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞിട്ടൊന്നും അറിയാത്തവരെ പോലെ നിന്ന കായിന്റെ മേലുള്ള പാപത്തെ ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. പാപം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വിരൽത്തുമ്പിലാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് നാം തോണ്ടുമ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ ഏത് പാപത്തിന്റെ ആസക്തികളും പാപത്തിന്റെ മോഹങ്ങളും നമ്മെ പാപത്തിലേക്ക് തള്ളിയിടുന്നതെല്ലാം മൊബൈലിൽ വരും. അപ്പം പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് അന്ന് കർത്താവ് പറഞ്ഞത്, യഹോവയെ ദൈവം പറഞ്ഞത്, പാപം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ വരെ എത്തി. പാപത്തോട് പോരാടുന്നതിന് നീ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല. ശ്രോമങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പാപത്തോട് പോരാടുന്നതിന് പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല. നിന്നിരുന്നെങ്കിൽ നിന്റെ കുടുംബം സന്തോഷമായി മാറിയേനെ. ഭർത്താവ് 1 പറയും, ഭാര്യ 4 പറയും, ഭാര്യ 4 ഭർത്താവ് 4 കൂടുതൽ പറയും. അപ്പനും അമ്മയും അനുസരിക്കാത്ത, സഹോദരങ്ങളെ ബഹുമാനിക്കാത്ത, ഗുരുക്കന്മാരെ ബഹുമാനിക്കാത്ത, നിയമത്തെ അനുസരിക്കാത്ത, ഹല്ലേലൂയ, നിയമപാലകരെ ബഹുമാനിക്കാത്ത ഒരു കൂട്ടച്ഛൻ, ഒരു തലമുറ ഈ ലോകത്തിൽ പെരുകയും. ഹല്ലേലൂയ. ഇപ്പൊ കണ്ടില്ലേ, എന്തുമാത്രം 1000 ജനങ്ങളാണ്, നിരപരാധികളാണ് മരിച്ച് അടങ്ങുന്നത്. മനുഷ്യന്റെ ജീവിതം മുഴുവൻ പാപം. ലോക രാജ്യങ്ങളിൽ മുഴുവൻ പാപം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാപത്തിന്റെ ആസക്തി മുഖാന്തരം മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ എത്തി. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ എത്തിക്കഴിഞ്ഞും പരസ്പരം മനുഷ്യൻ തമ്മിൽ വേട്ടയാടാൻ തുടങ്ങി. ആ വേട്ടമൃഗങ്ങളെ നാം വേട്ടയാടുന്ന പോലെ രാഷ്ട്ര തലവന്മാർ സാധാരണക്കാരായിരിക്കുന്ന ജനത്തെ വേട്ടയാടാൻ തുടങ്ങി.
ഇപ്പൊ കണ്ടില്ലേ, ഇറാനും ഇസ്രായേലും അമേരിക്കയും തുടങ്ങി വെച്ച യുദ്ധം ഇന്ന് 12 ദിവസമായി. എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഞാൻ പ്രഭാതത്തിൽ എഴുതിയിട്ട് വെട്ടം മൊബൈൽ ഓഫ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ബഹ്റിനിലുണ്ടായിരുന്ന ഒരു എണ്ണ ശുദ്ധീകരണ ശാലയും കൂടെ അലേലിയ അതും ഇന്നലെ അപകടത്തിൽപ്പെട്ടു. അല്ലേലുയ. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന പാപമാണ്, ആസക്തിയാണ്, അധികാരമോഹമാണ്, ജാതീയതയാണ്, തീവ്രവാദമാണ്, ഭീകരവാദമാണ്, വർഗീയതയാണ്. അല്ലാതാക്കി മാറ്റിക്കൊണ്ട് ആയിരങ്ങളുടെ ജീവനെടുത്തത്. 49 സംഖ്യത്തിൽ 20 വാക്യം വായിക്കുമ്പോൾ കാണുന്ന, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിനെ തുല്യൻ. അതെ, ലോകരാജ്യരാഷ്ട്രത്തിന് സകല ജനത്തോടും പറഞ്ഞു, നീ മാനത്തോടിരുന്ന മനുഷ്യനായിരുന്നു. നീ മാനത്തോട് ജീവിക്കാൻ വേണ്ടി ദൈവം നിന്നെ സൃഷ്ടിച്ച, നീ മാന്യനായി ജീവിക്കുക, നീതിമാനായി ജീവിക്കാൻ വേണ്ടി നിന്നെ ദൈവം ഭൂമി സൃഷ്ടിച്ചു. പക്ഷേ നിന്റെ ഉള്ളിലേക്ക് പാപത്തിന്റെ ആസക്തി പ്രവേശിച്ചപ്പോൾ, പാപത്തിന്റെ അടിമയായി കഴിഞ്ഞപ്പോൾ, ആ പാപം നിന്റെ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തെ കഠിനമാക്കി, ദുഷ്ടഹൃദയമാക്കി മാറ്റി. അതുകൊണ്ട് നീ മറ്റുള്ളവർ രക്തം ചൊരിയിക്കുവാൻ നീ മുന്നോട്ടായി. അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ രക്തച്ചൊരിച്ചൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സമയം, മാനത്തോടിരുന്ന നീയല്ലേ ഇപ്പൊ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി മാറി. നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി മാറിയ നിനക്ക് സഹോദര സ്നേഹം തിരിച്ചറിയില്ല, സാഹോദര്യമെന്ന് തിരിച്ചറിയുന്നില്ല. മനസ്സാക്ഷി മരവിച്ചു പോയ നിനക്ക് മറ്റൊരുവന്റെ ജീവന്റെ വില എന്താണെന്ന് അറിയത്തില്ല. മറ്റൊരുഷൻ രക്തത്തിൽ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് അട്ടഹസിക്കുന്ന ശ്രോതാവി, രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ഭരണാധിപന്മാർ, സകല തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദം പറയട്ടെ, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഇവിടെ നീ ചൊരിയിച്ച സകല രക്തത്തിനും നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കണക്ക് ചോദിക്കുന്ന നിനക്ക് കിട്ടാൻ പോകുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നിത്യ നരകമാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് നിനക്ക് ഒരിക്കലും കരകയറാൻ കഴിയത്തില്ല. ഇന്ന് നീ ചെയ്തു കൂട്ടുന്ന സകല പ്രവർത്തിക്ക് നീ ഓരോ കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസം, നാളുകൾ എടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് യേശു പറഞ്ഞു, അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ല ഇവൻ കുരുടനായി മാറിയത്, പിന്നെയോ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. അവൻ നീതീകരിക്കപ്പെട്ടു, അവന് ദൈവരാജ്യം കിട്ടി. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ചെയ്തു കൂട്ടി ഒരു പാപവും അല്ലരിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനില്ല. നിന്റെ അഹങ്കാരം കൊണ്ട്, നിന്റെ അഹങ്കാരങ്ങൾ കൊണ്ട്, ഞാനെന്നുള്ള ഭാവം നിന്നിൽ വന്നതുകൊണ്ട്, എനിക്ക് എന്റേത്, ഞാൻ മാത്രം, ഞങ്ങൾ മാത്രമായിരിക്കുള്ള അഹങ്കാരത്തിന്റെ മനോഭാവം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ, നിന്റെ ഉള്ളിലെ മാന്യത നഷ്ടപ്പെട്ടു, നിന്റെ ഹൃദയം ദുഷ്ടഹൃദയമായി, നിന്റെ മനസാക്ഷി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ പാപം പെരുകി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെ കിടക്കുന്നു, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. ഹല്ലേലൂയ. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. കുഴി കുഴിക്കുന്നവൻ കുഴി തന്നെ വീഴും. ഹല്ലേലൂയ. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. നീ കുഴിക്കുന്ന കുഴി നീ തന്നെ വീഴും. ഹല്ലേലൂയ. നീ ആർക്കെല്ലാം ദോഷം ചെയ്യുന്ന ആഭിചാരം, മന്ത്രവാദം, ദുർമന്ത്രവാദം, ദുർഭൂത ശക്തികളെ നീ മറ്റു മനുഷ്യൻ നശിപ്പിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന സകല കൂടോത്രങ്ങളും തന്ത്രങ്ങളും, നീ കുഴിക്കുന്ന കുഴി അത് നിന്റെ കുടുംബത്തിലേക്ക് ഇതിനെ ശാപം തിരിഞ്ഞു വരും. ഹല്ലേലൂയ. നീ കുഴിക്കുന്ന കുഴിയിൽ, ഹല്ലേലൂയ, കുഴിക്കുന്ന കുഴിയിൽ കുഴി കുഴിക്കുന്നവൻ അതിൽ തന്നെ വീഴും. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. നോക്കറിയാം, നമ്മൾ ഒരുപാട് മതിലുകൾ കാണാറുണ്ട്. ഈ മതിലുകൾ പണിയുമ്പോഴെല്ലാം അതിനകത്ത് ഒരുപാട് പാമ്പുകൾ കയറിയിരിക്കും. ഹല്ലേലൂയ. അത് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ പൊളിക്കുമ്പോൾ എന്ത് ചെയ്യും? മതിലിനകത്ത്, അതിന്റെ മാളത്തിനകത്ത് തണുപ്പ് പറ്റിയിരിക്കുന്ന പാമ്പുകൾ അനവധി ആളുകളെ കടിച്ച ചരിത്രം, സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഈ വചനം എത്ര യാഥാർത്ഥ്യമാണ്. കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ തന്നെ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. സഭാപ്രസംഗി പറഞ്ഞതാണ്. ഞാൻ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഈ ഉപദേശമുണ്ടല്ലോ. ഹല്ലേലൂയ. ആ ഉപദേശത്തെ നീ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, വരാൻ പോകുന്ന വലിയൊരു ന്യായവിധി ദിവസമുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അണുവായുധങ്ങൾക്കോ, അണുബോംബുകൾക്കോ, മിസൈലുകൾക്കോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തന്ത്രങ്ങൾ കൊണ്ടോ, നീ ചെയ്തു കൂട്ടുന്ന ഒരു പ്രവൃത്തികൾ കൊണ്ടോ നിനക്ക് നിത്യത ചെല്ലാൻ കഴിയത്തില്ല.
നിന്റെ ശരീരത്തിൽ നീ ചെയ്തു കൂട്ടുന്ന പ്രവർത്തിച്ചു കൂട്ടുന്ന സകല പാപങ്ങൾക്കും കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ തന്നെ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുമെന്ന് സഭാപ്രസംഗി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര യുവതി യുവാവി, എന്നെ കേൾക്കുന്ന ഭരണ സംവിധാനങ്ങൾ, രാജ്യരാഷ്ട്ര തലവന്മാരോട് പറയട്ടെ, നീ മാലത്തുടിരുന്ന മനുഷ്യനായിരുന്നു. നിന്റെ വിവേകം നഷ്ടപ്പെട്ടു, നീ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി ഭീകര രക്തം ചൊരിയിച്ചുകൊണ്ട് നീ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കകത്ത് സുഖിച്ച് റോമാനഗരെ തീപിടിച്ചപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് പറഞ്ഞു അനേക ആയിരങ്ങളെ കൊന്നൊടുക്കുമ്പോൾ നീ പട്ടുമെത്തിയിൽ അല്ലെങ്കിൽ AC നീ ഇരുന്ന് ഇതെല്ലാം കണ്ട് രസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിനക്ക് കൂടി രക്ഷപ്പെടാൻ ഒരിടവും കാണുകയില്ല. ലേലിയ. അപ്പം ഇവിടെ ശിഷ്യന്മാരുടെ ചോദ്യം, അലിയ റബി, ഈവൻ കുരുടനായി പിറക്കത്തക്കോണം മാർ പാപം ചെയ്തു. അല്ലേലിയ. ഇവനും ഇവന്റെ അമ്മയപ്പന്മാരോ, നിങ്ങൾ ചിന്തിക്കുക, അവനും അവന്റെ അമ്മയപ്പന്മാർ ചെയ്ത ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി അവൻ പിറവിലെ കുരുടനായി ജനിച്ചെങ്കിലും ദൈവം അവന്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിനെ സാക്ഷീകരിച്ച് അവൻ നിത്യതയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ ലോകത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളും പാപപ്രവൃത്തികളും മുഖാന്തരം നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുമോ? ഭവനത്തിനകത്ത് മാതാപിതാക്കളെ അനുസരിക്കത്തില്ല, ബഹുമാനിക്കത്തില്ല, സഹോദരങ്ങളെ അനുസരിക്കത്തില്ല, ബന്ധുപത്രാദികളെ അനുസരിക്കത്തില്ല, തന്റെ ഇടത്തം കാണിച്ച് ജാട കാണിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ ഹുങ്കാരത്തിന്റെ പ്രതാപം എടുത്തുകൊണ്ട് ഞാനാണ് വലിയവനെന്നുള്ള നിന്റെ ജഡത്തിന്റെ പ്രവൃത്തി നീ ജീവിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിക്കുന്നവളാണെങ്കിൽ, അല്ലേലിയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്റെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും, സ്ഥാപികയുടെ പാസ്റ്ററായിരുന്നാലും, സെൻട്രൽ പാസ്റ്ററായിരുന്നാലും, ബിഷപ്പായിരുന്നാലും, അല്ലേലൂയ, എത്ര ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നവനായിരുന്നാലും ദൈവം നിന്നെ ന്യായം വിധിക്കാതെ വിടുകയില്ല. അല്ലേലൂയ. അവിടെ ചെന്നിട്ട് നിനക്ക് ദൈവമുമ്പാകെ നിന്നെ നീതീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഭൂമി നീ ജീവിക്കുമ്പോൾ നീ സ്വയം നിന്നെ തന്നെ താഴ്ത്തിക്കൊടുത്ത് ദൈവം വചനത്താൽ നീതീകരിക്കപ്പെടണം. അല്ലേലൂയ. അതുകൊണ്ടാണല്ലോ റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമൊക്കെ വായിക്കുന്നത് എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അത് ഈ ഭൂമി നിനക്കൊരു നീതീകരണം പ്രാപിച്ചു. വിശ്വാസത്താൽ ദൈവവചനത്തെ നീ വിശ്വസിക്കണം, കർത്താവിനെ നീ വിശ്വസിക്കണം, യേശുവിനെ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിന്റെ പാപത്തിന് പരിഹാരം വരുത്തി പാപത്തെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ വചനത്താലും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താലും നിന്റെ വിശ്വാസത്തിൽ നിന്റെ ഹൃദയത്തിനകത്തൊരു നീതീകരണം ഉണ്ടായി. നിനക്ക് ദൈവത്തോട് സമാധാനമുള്ളവനാണെങ്കിൽ ഉള്ളവളാണെങ്കിൽ, അല്ലേലൂയ, ഈ ഭൂമി നീ ആർക്കും ഒരു ഉപദ്രവകാരിയായി മാറാതെ നീ ദൈവത്തോട് ചേർന്ന് നിനക്ക് നിന്റെ മരണാനന്തരം നിനക്കൊരു നിത്യത കിട്ടും. അല്ലാതെ ഒരു പാപിക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. വേദപുസ്തകം പറഞ്ഞെന്താ? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പാപിയും പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പാപിയായ മനുഷ്യൻ, നീ എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം കാട്ടിക്കൂട്ടിയാൽ, നീ എന്തെല്ലാം യാഗങ്ങളും വഴിപാടുകളും നടത്തിയാലും, നേർച്ച കാഴ്ചകൾ നടത്തിയാലും, നീ എന്തെല്ലാം യാഗങ്ങൾ നടത്തിയാലും, തീർത്ഥാടനങ്ങൾ നടത്തിയാലും, നീ മല കയറിയാലും മല ഇറങ്ങിയാലും, നീ ഭാര്യവേറി ക്രൂശിച്ചു വന്നാലും, അല്ലേലൂയ, നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചാലും, നീ ദാനധർമ്മങ്ങൾ ചെയ്താലും, അല്ലേലൂയ, നീ ഒരുപക്ഷെ നാട്ടിൽ പ്രമാണി എന്നാൽ പേര് നിനക്ക് കിട്ടി, നീ കോടിപതിയായി കോടാന്റെ കോടിയുടെ ഉടമയാണെന്ന് പറഞ്ഞാലും പാപിയായ മനുഷ്യൻ നിന്റെ അവസാനം നരകമാണ്. അല്ലേലൂയ. പാപം ചെയ്യുന്നതേ മരിക്കും. അല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും എന്നാണ്. നിങ്ങൾ റോമാലേഖനം 8 വായിച്ച കാണും. ജഡത്തിന്റെ ചിന്ത മരണം. അല്ലേലൂയ. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തിയിലേക്ക് നീ വീണ് പോകാതെ, പാപത്തിന് അധീനമായി ശരീരത്തിൽ നീ ജീവിക്കാതെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിന് മാത്രമേ നീ രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ. ഈ ലോകത്തിലൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ഏക ഔഷധം എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് കുലത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ടവന്, ഏത് രാജ്യരാഷ്ട്ര തലവനായിരുന്നാലും, എത്ര യുദ്ധതന്ത്രങ്ങൾ നിലയുന്നതിനായിരുന്നാലും, എത്ര വലിയ ബുദ്ധിജീവിയായിരുന്നാലും, നിനക്ക് ഡിഗ്രികൾ എത്ര ഉയർന്നതായിരുന്നാലും, രാജ്യത്തിന്റെ രാഷ്ട്രങ്ങൾ ഏതെങ്കിലും ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നീ ഇരുന്നാലും, സ്തോത്രം, നീ പാപിയാണെങ്കിൽ നിനക്ക് അല്ലേലൂയ നരകം തന്നെയാണ്. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അല്ലേലൂയ നിനക്ക് സ്വർഗം കിട്ടത്തില്ല. അതുകൊണ്ട് നിന്റെ ഭൂമിയിലെ പദവികൾ കൊണ്ട്, നിന്റെ സ്ഥാനമാനം കൊണ്ട് നിനക്ക് നീതീകരണമില്ല. നീതീകരണം പാപിയെ ശുദ്ധീകരിക്കുന്ന സുവിശേഷം മാത്രം.
യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ മാത്രമേ ഒരു മനുഷ്യനെ നേരായ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, ബന്ധുമിത്രാദികളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നവരും അമ്മയും അപ്പനും മരുമക്കളും കൊച്ചുമക്കളും തുടങ്ങിയ കൂട്ടുകുടുംബമായിരുന്നാലും പാപം നിന്റെ ജീവിതത്തിൽ വന്നാൽ, പാപത്തിന് അധീനമായി മാറിയാൽ നിനക്ക് സ്വർഗം നഷ്ടപ്പെടും. ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്നവളായിരിക്കാം, ആമി സുവിശേഷത്തിൽ നിൽക്കുന്നവളായിരിക്കാം. പക്ഷേ സഹോദരനോട് ആമെ കോപിക്കുന്നവനെല്ലാം പാപം ചെയ്യുന്നവനാണ്. അവൻ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കോളം വെച്ചുകൊണ്ടിരിക്കരുത്. ആ പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. 100% ജനങ്ങളും പിശാചിന് ഇടം കൊടുത്തുകൊണ്ട് പരസ്പരം സ്വയം നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപം നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മളോട് ഒരാൾ കൂട്ടുകൂടി നടക്കണമെന്നില്ല. പാപം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ മറ്റൊരാൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണമെന്നില്ല. പാപം നമ്മുടെ ജഡത്തിൽ തന്നെ വാഴുന്നു. ആദമിലും ഹവ്വയിലും സംഭവിച്ച പാപം സകല മനുഷ്യനും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സഹോദരാവേ, നീ സ്വയം പുണ്യവാളനാകാൻ ശ്രമിക്കരുത്. ലോകം നിന്നെ പുണ്യവാളനാക്കി മാറ്റിയാലും നീ പാപിയായ മനുഷ്യൻ തന്നെയാ. ഹല്ലേലൂയ. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ 36 വയസ്സ് വരെ കൊടും പാപിയായി ജീവിച്ച മനുഷ്യനാ. പാപത്തിന്റെ അധീനതയിൽ പാപ ശരീരത്തിൽ ജീവിച്ചവനാണ്. പാപം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി. അത് മുഖാന്തരം എന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന ഉലകത്തിൽ ഒരു ഉലക നായകന്മാർക്കും കഴിയുകയില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പാപത്തിന് പരിഹാരം നൽകുന്നവൻ ഒരുവൻ മാത്രമാണ്. സ്വർഗ മഹിമകളെ വെട്ടി ഭൂമിയിലേക്ക് വന്നവനും 2026 വർഷം കാൽവരി ക്രൂശിൽ മാനകുലത്തിന്റെ പാപത്തെ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത യേശു നമുക്ക് സുവിശേഷം അത് മാത്രമേ പാപത്തിന് പരിഹാരമുള്ളെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞത്. ഹല്ലേലൂയ. മറ്റൊരാളുടെ പ്രേരണയിലല്ല ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞത്. ഞാൻ എൻ്റെ പാപത്തെ മനസ്സിലാക്കി, വിശുദ്ധ വേദപുസ്തകം വായിച്ചു, സത്യം ഗ്രഹിച്ചു, സത്യം ഉള്ളിൽ വന്നു. പാപം എന്റെ വാതുക്കൽ കിടക്കുന്ന പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ ഈ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെന്ന് എബ്രായലേഖനം 12:4 കിടപ്പുണ്ട്. അത് എന്ത് ചെയ്താല പാപത്തോട് പോലെ പ്രാണത്യാഗം എതിർത്ത് നിൽക്കണമെങ്കിൽ ഈ ഭൂമിയിലെ നിന്റെ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഇവിടുത്തെ ആയുധം കൊണ്ടോ നിന്റെ കായിക ബലം കൊണ്ടോ നീ പഠിച്ച തൊഴിലുകൾ കൊണ്ടൊന്നും പാപത്തോട് നിനക്ക് എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല. പാപത്തോട് പോരാടുന്ന എതിർത്ത് നിൽക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ കഴിഞ്ഞകാല ജീവിത പാപങ്ങളെ നീ ഏറ്റുപറയണം. ആരോട്? ഒരു മതത്തോടോ മത നേതാവിനോടോ അല്ല പറയേണ്ടത്. നിന്റെ പാപത്തിന് പരിഹാരം എന്ന് യേശുക്രിസ്തുവിനോട്. ലോകരക്ഷിതാവായിരിക്കുന്ന അണ്ടകടാകങ്ങൾ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയും ബ്രഹ്മാണ്ടത്തെ കൂടെ അടക്കി വാഴുന്ന സർവശക്തനും സർവജ്ഞാനിയും സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനോട് നീ പാപം ഏറ്റു പറയണം. യേശുക്രിസ്തുവിന്റെ പാപം ഏറ്റുപറഞ്ഞതിന്റെ ഹൃദയം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അനുതാപത്തോടും പശ്ചാത്താപത്തോടും നീ ആ പാപാദ്യം വീണ് കിടക്കുമ്പോൾ, കാൽവറിയിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തെ നിന്റെ ഹൃദയത്തെ യേശു വിശ്വാസത്തെ നിനക്ക് കഴുകാൻ പറ്റുമ്പോൾ നിന്റെ പാപത്തിന് പരിഹാരം യേശു തരും. ഹല്ലേലൂയ. അല്ലാതെ ഉലകത്തിൽ ഒരു ഉലക നായകന്മാർക്കും നിന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. ചിലരൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നേർച്ച കാഴ്ചകൾ നടത്തുമ്പോൾ പാപം പരിഹരിക്കുമെന്നാണ്. നമ്മൾ പള്ളിയിൽ കൊണ്ട് പൈസ ഇട്ടത് കൊണ്ടോ, കപ്പേളയിലേക്ക് പൈസ വലിച്ചെറിഞ്ഞത് കൊണ്ടോ, പെണ്ണ് കെട്ടിച്ചു കൊടുത്തത് കൊണ്ടോ, ഹല്ലേലൂയ വീട് വെച്ച് കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് പാപപരിഹാരമില്ല. പാപത്തിന് പരിഹാരം നീ നിന്റെ ജീവിതം നീ തന്നെ നടത്തണം. ഹല്ലേലൂയ. ഞാനിതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ ദൈവത്തോട് ഒരുപാട് ആമെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദവിച്ച് ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കും. പൗലോസ് അതുകൊണ്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ഞാൻ വിടുവിക്കും. റോമാലേഖനം 7:24 വായിച്ചേക്കണേ. ചരിത്ര പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഇതിനെ ആവർത്തിക്കാൻ ആഗ്രഹിക്കില്ല. എങ്കിലും പാപത്തിന് അധീനമായ ശരീരത്തിൽ ജീവിക്കുന്ന ശ്രോതാവേ, എനിക്ക് കേൾക്കുന്ന സഹോദര,
ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് നീ സ്വർഗത്തിൽ ചെല്ലരുത്, സ്വർഗത്തിൽ ചെല്ലാൻ നീ ആഗ്രഹിക്കരുത്. ബസ് കയറി അങ്ങോട്ട് പോകാൻ പറ്റുന്നതല്ല സ്വർഗം. സ്വർഗം എന്ന ആ അനുഭവത്തിലേക്ക് എത്തണം, നിത്യത്തിലേക്ക് എത്തണമെങ്കിൽ യേശുക്രിസ്തു എന്ന ഏക വഴിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. പല വഴികളും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പല വഴികളും നിർമ്മിക്കുന്നുണ്ട്, പല വഴികളിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തയിൽ പോലും വരാത്ത അനവധി വഴികൾ മനുഷ്യൻ ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നീ ഉണ്ടാക്കുന്ന വഴികൾ കൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. കരയിലൂടെ കടലിലൂടെ ആകാശമാർക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 14:6 വാങ്ങി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലെത്തുന്നില്ല. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ജന്മനോ കുരുടനായിരിക്കുന്ന മനുഷ്യന്റെ കണ്ണുകളെ തുറന്നപ്പോൾ അവന് മനസ്സിലായി അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന് മാത്രമേ, കണ്ണു തുറക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അവന്റെ കണ്ണു തുറന്ന അവന്റെ ആത്മീയ കണ്ണുകൾ, അകത്തെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ, അവന്റെ ആത്മീയ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ തന്നെ പുറമെയുടെ നഗ്നനേത്രം കൊണ്ട് കാണുവാൻ കഴിഞ്ഞപ്പോൾ, അവൻ യേശുവിനെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ അടിമുടി ഒരു മാറ്റം സംഭവിച്ചു. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി, നാം പാപത്തിൽ ഭക്തനായി മോശ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞത് നമുക്ക് സംഖ്യാപുസ്തകം ഹല്ലേലൂയ 32:23 കാണാൻ കഴിയും. നിങ്ങളുടെ പാപത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും. നിങ്ങളുടെ പാപത്തിന് ഫലം വേറെ കാര്യമല്ല, നിങ്ങൾ തന്നെ അനുഭവിക്കും. അപ്പം ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ വിസ്താരത്തിന് മുമ്പേ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണ എത്തയെന്ന് 1 തിമോഥെയോസ് 5:24 വായിക്കുന്നുണ്ട്. ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ വെളിപ്പെടും, ചിലരുടെ ക്രമേണയാ. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തെ ഭയപ്പെടണമെന്നേ, ദൈവവചനത്തെ ഭയപ്പെടണം. ജീവിതത്തിൽ നീ ഒരു ദിവസം നിനക്ക് ജീവിക്കാൻ അവസരം കിട്ടിയുള്ളെങ്കിലും അത് ഹാബീലിനെ പോലെ ജീവിക്കണം. ഹല്ലേലൂയ. ഒറ്റ ജീവിതമേ ഉള്ളൂ, ഒരു ദിവസമുള്ളെങ്കിലും ഒരു ഒറ്റ ദിവസം നിനക്ക് ജീവിക്കാൻ, അത് ദൈവത്തിന് പ്രസാദമുള്ള വഴിപാടായിരിക്കണം. കള്ളം പറഞ്ഞും കളവ് പറഞ്ഞും മോഷ്ടിച്ചെടുത്തും പിടിച്ചു പറിച്ചും അപഹരിച്ചും വ്യാജം പറഞ്ഞും തട്ടിയെടുത്തും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും കൊള്ളയടിച്ചും ഒക്കെ നീ ഉണ്ടാക്കിയെടുത്ത് നീ വാങ്ങിയതും വാങ്ങിക്കൂട്ടിയതുമെല്ലാം ഒരിക്കൽ ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ വെളിപ്പെടും. നിന്റെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് വെളിപ്പെട്ടാൽ അതിന്റെ പരിണിത ഫലം നീ ഭൂമിയിൽ തന്നെ അനുഭവിക്കും. ചിലരുടെ പാപങ്ങൾ ക്രമേണയാണ് വെളിപ്പെടുന്നതെങ്കിൽ അത് ഒരുപക്ഷെ ദീർഘനാളുകൾ നിന്റെ കഷ്ടതയിലൂടെ കടത്തിവിട്ടേക്കാം. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. വലിയ പാപത്തിന് നിങ്ങൾ അല്പം പോലും ഇടം കൊടുക്കരുത്. പാപത്തിന് നിങ്ങൾ അല്പം പോലും ഇടം കൊടുക്കരുത്. പാപത്തിന് ഇടം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളെ അത് ഉപേക്ഷിക്കാൻ പറ്റാതെ വരും. പാപത്തിന് നിങ്ങൾ ഇടം കൊടുത്ത പിന്നെ നിങ്ങളെ അത് ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ചിലതൊക്കെ കാണത്തില്ല. ചില ആളുകളൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നമ്മളെ വിടത്തില്ലെന്നേ. പിന്നെ ആളുകൾ നമ്മളെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പാപം നിന്നോട് കൂട്ടുകൂടാൻ വന്നാൽ അത് നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. പ്രൈസലോ. അതുകൊണ്ട് നീ പാപത്തോട് കൂട്ടുകൂടരുത്. ഹല്ലേലൂയ. അതിനാൽ നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ആകയാൽ സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എന്റെ മേൽ വാഴരുത് എന്ന് സങ്കീർത്തനം 19:13. സ്വമേധ പാപങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ സ്വമേധമായ പാപങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ട്, മറഞ്ഞ തെറ്റുകളുണ്ട്, പരസ്യമായ പാപങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിൽ സ്വമേധമായ പാപങ്ങളും മറിഞ്ഞിരിക്കുന്ന തെറ്റുകളും പരസ്യമായ പാപങ്ങളും ഇതെല്ലാം വെച്ചുകൊണ്ട് നീ ചങ്ക് വിരിച്ച് നടന്നാൽ, വീശിയൊക്കെ വെച്ച് നടന്ന് വലിയ കൊമ്പൊക്കെ നിനക്കുണ്ടായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കൊമ്പൊക്കെ വെച്ച് നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. പാപിയാണെന്ന് മനുഷ്യൻ പറഞ്ഞാൽ അംഗീകരിക്കുന്നത്. പാപിയാണെന്ന് പറയുന്നവനെ അസഭ്യം പറയുമായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമായിരുന്നു. എന്നാൽ എൻ്റെ പാപത്തെക്കുറിച്ച് കർത്താവ് എനിക്ക് ബോധ്യം തന്നപ്പോൾ എൻ്റെ രഹസ്യ പാപങ്ങളും മറിഞ്ഞിരിക്കുന്ന പാപങ്ങളും മറിഞ്ഞ തെറ്റുകളും എൻ്റെ പരസ്യ പാപങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് പരിശുദ്ധാത്മാവാണ്, കർത്താവ് യേശുവാണ്, ഈ സുവിശേഷമാണ്. അതെൻ്റെ ഉള്ളിൽ വന്നപ്പോൾ പാപത്തിന്റെ കൂട്ടാളിയായിരുന്നു ഞാൻ അതിനെ ഉപേക്ഷിച്ചു.
എന്റെ ജീവിതത്തിൽ പ്രവേശിപ്പാൻ ഇടയാകരുതെന്ന് ഞാൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, മനുഷ്യൻ ആമേ സകലത്തെ അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1:28 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സകലത്തെ അടക്കി വാഴുവാൻ ദൈവം ആദമിനെ അവയെ സൃഷ്ടിച്ചു. പക്ഷെ എന്തായി? അവരെ കിഴക്കേതനുണ്ടാക്കി ഏദൻ തോട്ടത്തിൽ അവരെ ആക്കി. എന്ന സൂത്രത്തിൽ സാമ്യം പാമ്പ്, സർപ്പം അവിടെ ഒരിക്കൽ വന്ന്, സാത്താൻ ഒരിക്കൽ വന്ന് ഹൗവയെ പറഞ്ഞ് മനസ്സിലാക്കി, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഉള്ളിൽ കൊടുത്തുകൊണ്ട് അവളെ പാപത്തിൽ വശീകരിച്ച് പാപത്തിനെ അവളെ അടിമയാക്കി, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഗുണം അവളെ ഇങ്ങോട്ട് കഴിപ്പിച്ച് അവളെ കണ്ടു തുറന്ന് അവൾ നഗ്നയായി. അവൾ കൊണ്ട് ഭർത്താവിനും കൊടുത്ത് ഭർത്താവിൽ നിന്ന് രണ്ടുപേരും നഗ്നരായി മാറി. അവളുടെ സ്വന്തം പരിശ്രമങ്ങൾ അവൾ ഉണ്ടാക്കിയെടുത്ത് അത്തീരെ കൊണ്ട് കൂട്ടി അത് അരയാടെ എല്ലാം ഉണങ്ങിപ്പോയി. വെയിലാറി പ്രകോപിയായി ദൈവം തോട്ടത്തിൽ വന്ന് മനുഷ്യനെ വിളിച്ചപ്പോൾ അവൾ തോട്ടത്തിൽ ഓടിയൊളിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, ആമേ സ്തോത്രം. സകലത്തിൽ വാഴുവാൻ അധികാരം തന്ന ആദമിന്റെ ഔവയുടെ മേൽ സാത്താൻ വാഴുകയാണ്. അല്ലേ? പാപം ചെയ്യുന്ന സഹോദരൻ, മദ്യപിക്കുന്ന സഹോദരൻ, നിന്റെ മേൽ വാഴുന്നത് സാത്താന. കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന സഹോദരൻ, നിന്റെ മേൽ വാഴുന്നത് സാത്താന. സഹോദരങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന സഹോദരൻ, നിന്റെ മേൽ വാഴുന്നത് പാപമാണ്. കുടുംബ സ്വത്തിന് വേണ്ടി മാതാപിതാക്കളെ കലഹിക്കുന്ന മാതാക്കളെ അവരെ ഉപദ്രവിക്കുന്ന സഹോദരൻ, നിന്റെ മേൽ വാഴുന്നത് പാപമാണ്. കൽഷാബി പോയിരിക്കുന്നത് പാപമാണ്. വ്യഭിചാര ജീവിതം പാപമാണ്. നിന്റെ മേൽ വാഴുന്നതല്ല സാത്താന. ദൈവ ഇഷ്ടമല്ലാതെ, ദൈവഹിതത്തിന് പുറത്ത്, ദൈവഹിതമല്ലാത്ത സകലതും നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ വാഴുന്നത് സാത്താനാണ്. ലേലിയ, അത് സാത്താന്റെ ഇഷ്ടത്തിൽ നീ ജീവിച്ചിട്ട് ആ സ്വർഗീയ പ്രദേശത്തെല്ലാം നീ ഉദ്ദേശിക്കരുത് കേട്ടോ. ലേലിയ, കള്ളപ്പലിശ മേടിക്കുന്ന, കൊള്ളപ്പലിശ വാങ്ങുന്ന എല്ലാ ദുഷ്ടന്മാരും ചതിയന്മാരും, ലേലിയ സ്തോത്രം, കൊള്ളപ്പലിശക്കാരുടെ മാമയെ നാടാ. അത് ഇവിടുത്തെ ബാങ്കുകളടക്കം കൊള്ള പലിശ വാങ്ങി, അലുരിയ ഇവിടുത്തെ ബ്ലേഡ് കമ്പനി അടക്കം കൊള്ള പലിശ വാങ്ങി നീ സുഖിച്ച് പുളച്ച് മതിച്ച് ജീവിച്ച് ബാശാന് പശുക്കളെ പോലെ നീ ഇവിടെ ആഡംബര കാറിൽ നടന്നാൽ അവസാനം അല്ലെങ്കിൽ ധനവാനായ മനുഷ്യൻ മരിച്ച് യാതന സ്ഥലത്ത് എത്തിയതുപോലെ നിനക്കൊരു യാതന സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ലേലിയ, നീ മാനസാന്തരത്തോട് മടങ്ങി വരണം. അപ്പൊ ഇവിടെ അല്ലയോ ആദാം തനിക്കുള്ള വാഴുവാൻ, തനിക്കുള്ള ഭരണത്തെ അധികാരത്തെ നഷ്ടപ്പെടുത്തി സാത്താന്റെ അടിമയായി തീർന്നു. പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസനാകുന്നു എന്ന് യേശു ആമേ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 8:34 പറഞ്ഞു. പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ഹല്ലേലൂയ. അപ്പം പാപത്താൽ രോഗങ്ങൾ വരുന്നു. നിന്റെ നീരസം ഹേതുവായി നിന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. പാപത്താൽ രോഗം വരുന്നു. നിന്റെ നീരസം ഹേതുവായി നിന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ലെന്ന് സങ്കീർത്തനം 38:3 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ലംഘനങ്ങളെ മറച്ചു വെക്കുന്ന ശുഭം വരികയില്ല. അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന കരുണ ലഭിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞാനീ പറഞ്ഞ മാത്രം ഇന്നത്തെ ഒരു ശുദ്ധികളുടെ ഒരു മാനസാന്തരത്തിന് നിന്റെ ഉള്ളിലെ പാപത്തെക്കുറിച്ച് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. വായിച്ച വചനം എന്താണ്? യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ ചോദിച്ച, റബി, ഇവൻ പിറവിയിലെ കുരുടനായി പിറക്കുവാൻ തക്കോണം ഇവന്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തത്. അതെ, ആ പാപം ദൈവപ്രവൃത്തി വെളിപ്പെടാം. പക്ഷെ നിന്റെ പാപം, നിന്റെ ജീവിതത്തെ പാപം ദൈവപ്രവൃത്തി വെളിപ്പെടാം. അതിന്റെ ശരീരത്തിൽ നീ ചെയ്തു വെച്ചിരിക്കുന്ന, നിന്റെ ശരീരത്തെ ആസക്തികളുണ്ടെന്ന പാപം, അത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നരകത്തിലേക്ക് നിന്നെ നടാനാ. അപ്പോൾ നീ മടങ്ങുക, മാനസാന്തര കണ്ണുകളുടെ ചാട്ട്. ആരെങ്കിലും ഇന്ന് പകൽ പാപത്തിന് അധീനമായി ശരീരം ജീവിക്കുന്നത്, സ്വഭാവത്തിൽ ജീവിക്കുന്നത്, ആ പാപത്തെ ഏറ്റുപറഞ്ഞ് സകല മനുഷ്യരോടും കുടുംബത്തിനകത്ത് സഹോദരങ്ങൾ തമ്മിൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസി എത്ര ശുഭം മനോഹരെന്ന് പറഞ്ഞ പോലെ പരസ്പര സ്നേഹത്തിലേക്ക് പോവാം. പാപം മുഴുവൻ കൊടുക്കരുത്. ഭൂരി കാരണം സാത്താനെ നീ അടിമയായി മാറരുത്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. പാപത്തിനും പാപശരീരം ജീവിക്കുന്ന സകല കോടാനുകൂടി ജനത്തെ ഇന്ന് പകൽ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഈ പാപത്തിന് അധികമായി ശരീരം വിട്ട് മടങ്ങി വന്ന് കർത്താവ് യേശു നീതീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരു സകല ജനത്തെ ഒരുക്കണമേ. കേരളത്തിൽ ഭാരതലോകര 800 കോടി ജനത്തെ മതം, സാമൂഹിക സംസ്കാരത്തെ മധ്യ മീഡിയ നിൽക്കുന്ന ജനമടക്കം എല്ലാ രാഷ്ട്ര തലവന്മാരെയും എല്ലാ നിയമാതി ഭരണാധികന്മാരടക്കം ശൈശവന്മാരെ കൗമാരി യൗവനത്തിൽ വാത്തിരാനുഭവത്തിലെ വശങ്ങളിൽ യാചകർ ഓർഫനേജ് തടവറയിൽ സകല ജനത്തിലും പാപത്തിന് പരിഹാരം കർത്താവ് യേശുക്കൾ മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന് ചേരുവാൻ ജനത്തെ കൃപ കൊടുക്കണമേ. എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിനെതിരമായി ജീവിക്കാൻ, വിശുദ്ധ ജീവിപ്പാൻ നയിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.